ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ, ബുധനാഴ്ച. എനിക്ക് നല്ലൊരു ദിവസം എന്ന് പറയാൻ കാരണം നമ്മളെ രണ്ട് പിള്ളേർ തോമും പാച്ചും ഒരുമിച്ച് സ്കൂളിൽ പോവുക, തിരിച്ചു വരിക, അതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ. കാരണം രണ്ടാളും രണ്ടിടത്ത് വളരുന്ന കുട്ടികളല്ല. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ രാവിലെ എണീറ്റ് തോമു ചേട്ടൻ പോയിട്ട് പാച്ചുവിനെ വിളിച്ചുണർത്താം. പിന്നെ അവർ തമ്മിലുള്ള സംസാരം, ഞാൻ എപ്പോഴും പറയുമല്ലോ, ഇവർ തമ്മിലുള്ള സംസാരം കേട്ടു തുടങ്ങുമ്പോഴാണ് രസം എന്ന്. ഇപ്പം തോമു നല്ലോണം വർത്താനം പറയുമല്ലോ, അപ്പോൾ അതനുസരിച്ച് പാച്ചുവിനോട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ പാച്ചുവിൻ്റേതായ ഭാഷയിൽ മറുപടി പറയും. ഒന്നും മനസ്സിലാവില്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയും, ചിലത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവൻ ഒപ്പിക്കും കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇവർ പറയണത് കേട്ടിട്ട് പറന്ന് നടക്കും നമ്മുടെ ചാക്കോച്ചൻ പിന്നാലെ. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ കെസ്റ്ററിനെ മിസ് ചെയ്യുക. പക്ഷേ എന്താ പറയുക, അവൻ മാലാഖക്കുട്ടിയായിട്ട് ഇവരെയൊക്കെ കാത്തു പരിപാലിച്ച് ഇവരുടെ കൂടെ കാവൽ മാലാഖയായിട്ട് കൂടെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വിശ്വസിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഇവർ രണ്ടുപേരും രാവിലെ എണീറ്റിട്ട് ഉള്ള സംസാരമാണ് കേട്ടോ. മുറ്റത്ത് ഇറങ്ങി കുറച്ച് നേരമൊക്കെ നടന്ന്, കാരണം 9:30 കഴിയുന്നോട് കൂടിയിട്ടാണ് രണ്ടാളെയും കുളിപ്പിച്ച് 9:45 10 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും രണ്ടാളെയും കൊണ്ട് ഇറങ്ങും. അങ്ങനെയാണ് ഇപ്പോൾ ഇവരുടെ റൂട്ടീൻ കേട്ടോ. അപ്പോൾ നമ്മളെന്താ പറയുക, അവർക്ക് രാവിലെ അങ്ങനെ കാര്യമായിട്ടൊന്നും നിർബന്ധിക്കില്ല കഴിക്കാനായിട്ട്. കാരണം അവിടെ കൊടുത്തയക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് അവർ കൊടുക്കുകയും അവർ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അവരെ അകത്ത് കയറിയതിന് ശേഷം നമ്മുടെ മണി പ്ലാന്റ് നോക്കിയപ്പോൾ ഭയങ്കര ഭംഗിയില്ല. അപ്പോൾ കുറേ പേരായി പറയണു ആൻറ്റിയുടെ മണി പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ജനലേമലത്തേന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലോണം കട്ട് ചെയ്യാറായിട്ടുണ്ട്. പക്ഷേ എനിക്ക് കട്ട് ചെയ്യാൻ തോന്നുന്നില്ല. കട്ട് ചെയ്യാൻ തോന്നാത്തത് എന്താണെന്ന് വെച്ചാൽ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ വള്ളികൾ ഞാൻ ഇങ്ങനെ പടർത്തി കൊണ്ടുവയ്ക്കുക. ഒരു വശത്തുനിന്ന് കട്ട് ചെയ്താൽ കംപ്ലീറ്റ് ഇവിടുന്ന് താഴത്തേക്ക് പോയാൽ വീണ്ടും എന്താ പറയുക, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ എനിക്കത് കാണണ്ടല്ലോ എന്ന് വിചാരിച്ചില്ല. പക്ഷേ കട്ട് ചെയ്യണം, കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു ഞാൻ കേട്ടോ. അങ്ങനെ അടുക്കള സജീവമായി. അപ്പോൾ ഇന്ന് എന്തുട്ടായിരുന്നു, രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഇന്നലെ വെച്ച ചിക്കൻ കറിയൊക്കെ ഞങ്ങളാരും ഒന്നും തൊട്ടില്ല. ഇന്നലെയല്ല, തിങ്കളാഴ്ച വെക്കാൻ വേണ്ടി വെച്ച ചിക്കനായിരുന്നു. പക്ഷേ തിങ്കളാഴ്ച രാത്രിയോടുകൂടി എല്ലാവർക്കും പ്രശ്നമായപ്പോൾ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ആ ചിക്കൻ കറി അങ്ങനെ തന്നെ വെച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഡിവൈൻ രാവിലെ ചിക്കൻ കറി വെച്ചു, ചപ്പാത്തിയും. അപ്പോഴേക്കും കണ്ടു കുളിയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് ഇറങ്ങി തുടങ്ങി. അപ്പോൾ ആദ്യം തോമുട്ടനാണ് ഇറങ്ങിയത് കേട്ടോ. തോമുട്ടൻ ഒക്കെ ഈ നമ്മുടെ ഓൺലൈനിൽ നിന്നുള്ള ഡ്രസ്സുകളാണ് കേട്ടോ കുട്ടികളുടേത്. പാച്ചു ഇട്ടിട്ടുള്ളത് അതല്ലാന്ന് തോന്നുന്നുണ്ട്, തോമു ഇന്നിട്ടിട്ടുള്ളത് അതാണ്. അപ്പോൾ കുറേ ഡ്രസ്സുകൾ അധികം വിലയൊന്നുമില്ല കേട്ടോ, എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ. അപ്പോൾ അതൊക്കെ ഓൺലൈനിൽ നിന്ന് വരുത്തിയിട്ടുണ്ടായിരുന്നു. 2 പേർക്കും കുറേ ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഇട്ട് പോണു. തോമുന്ന് മൊത്തം ചുവപ്പാണ്, റെഡ് ഷൂവ്, റെഡ് ബാഗ്, റെഡ് ഡ്രസ്സ്, മൊത്തത്തിൽ റെഡായിട്ടാണ് പോണത് കേട്ടോ. പാച്ചുവിന് റെഡ് ട്രൗസറും ബ്ലൂ ഷർട്ടുമാണ്, ബ്ലൂ ബനിയനുമാണ്. അങ്ങനെ ഷൂവൊക്കെ ഇട്ട് അവർ അവരുടേതായ ഇതിൽ പോകണം. അപ്പോൾ ആദ്യം തോമു പറഞ്ഞു അപ്പയുടെ കൂടെ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പേനെ പിടിച്ച് നിർത്തിയേക്കാം, അപ്പയുടെ കൂടെ മാത്രമേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിന്നു. അപ്പോൾ അപ്പ എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലാണ്ട് ഇങ്ങനെ വട്ടം കറങ്ങാം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഓർക്കാപ്പുറത്ത് കാറിൽ പോയി കയറി. ഓച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ ഓച്ചും കാറിൽ കയറി ഓച്ചു കൊണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ആ കാറിൽ കയറിയ ഇൻട്രസ്റ്റിൽ അപ്പയുടെ കാര്യം മറന്നുപോയി. അതോ ഇനി അപ്പം ഡ്രൈവ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അവൻ്റെ ശ്രദ്ധ മൊത്തം അങ്ങോട്ട് മാറി. ആ ഗ്യാപ്പിൽ ഇവർ വേഗം വണ്ടി എടുത്തിട്ട് പോവാണ്ടായി. അപ്പം നോക്കിയപ്പോൾ ഇന്നലെ എല്ലാവരും പച്ചയായിരുന്നു, ഇന്ന് എല്ലാവരും റെഡ്. അപ്പാപ്പൻ റെഡ്, കുട്ടികൾ റെഡ്, ഓച്ചു റെഡ്, മൊത്തം റെഡ് മയാണ്. ഓർക്കാപ്പുറത്ത് ഇടുന്നത് കേട്ടോ. എന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരിക, അതാണ് സംഭവം. ഇന്ന് ഇത്തിരി ലേറ്റായി. അപ്പോൾ അങ്ങനെ എന്താ പറയുക പോകുന്നത്. അപ്പോൾ ഡിംപിളും ഫോട്ടോ എടുക്കും, ഡിവൈനും ഫോട്ടോ എടുക്കും, ഡോൺ സ്റ്റാറ്റസ് ഇടും. നമ്മൾക്കൊക്കെ എന്താ പറയുക, എൻ്റെ ഒന്നും കാലത്ത് അങ്ങനെ സംഭവങ്ങളുണ്ടായിരുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയാണ്, കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അന്ന് ലാൻഡ് ഫോണാണല്ലോ, ഓടിപ്പോയിട്ട് ഫോൺ എടുത്ത് നമ്മളെപ്പോഴും നമ്മുടെ അമ്മമാരെയല്ലേ വിളിക്കുക. എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ അമ്മ എന്നുള്ള ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര സ്നേഹിക്കുന്ന ഒരു അമ്മായിമ്മയായാലും നാത്തുമാരായാലും എങ്ങനെ പറഞ്ഞാലും നമ്മളുടെ അമ്മ കഴിഞ്ഞിട്ട് ഒരാളെ നമ്മൾ, ഞാനങ്ങനെയാണ്, എന്ത് വന്നാലും അമ്മ അല്ലെങ്കിൽ എനിക്ക് അമ്മച്ചിന്ന് തന്നെയേ വരുള്ളൂ, അമ്മ എന്നും വരില്ല. അപ്പം നമ്മൾ ഓടിപ്പോയിട്ട് ഫോൺ എടുത്തിട്ട് ആ അമ്മച്ചിയെ അങ്ങനെ പോയി, അവൻ ചിരിച്ചിട്ട് പോയി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അതാണ് നമ്മളുടെ എപ്പോഴും ഉള്ള അന്നത്തെ കാര്യങ്ങൾ. ഇന്നങ്ങനെയല്ല, അപ്പോൾ ഫോട്ടോ എടുക്കുക, സ്റ്റാറ്റസ് ഇടുക,
അങ്ങനത്തെ സംഭവങ്ങളെ കാലം പോയ പോക്ക്. അപ്പം ഞാൻ കുട്ടികൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴും കയറുമ്പോഴൊക്കെ ഞാൻ നമ്മളുടെ ചെറുപ്പം, അതായത് ഞാൻ ഈ കുട്ടികളെ കൊണ്ടാക്കി കൊണ്ടുവന്നിരുന്ന സമയമൊക്കെയാണ് ഓർക്കട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മെഴുതിരി കെടുത്താൽ ലൈറ്റ് ഓഫ് ചെയ്യുക. മെഴുതിരി കെടുത്തല്ല, മെഴുതിരി തന്നെ കെടും, ലൈറ്റ് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഞാനിത് കഴിയും എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലെത്തി എന്ന് ഉറപ്പ് വരുമ്പോഴാണ് ഞാൻ ആ ലൈറ്റ് ഓഫ് ചെയ്യുക കേട്ടോ. അതെനിക്ക് തോന്നുന്നു പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലമാണത്. അങ്ങനെ പെട്ടെന്ന് ഹോണടി കേട്ടപ്പോഴാണ് നോക്കിയപ്പോൾ കൊറിയറാണ്. അപ്പോൾ ഡിവൈൻ കളിയാക്കായിരുന്നു, എടാ നിനക്ക് ഇരിക്കാൻ എവിടെയാണ് സ്ഥലം, ആ വണ്ടിയിൽ മൊത്തം ലഗേജ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവർക്ക് മഴയായാലും വെയിലായാലും അവർക്ക് എത്തിക്കേണ്ടോടത്തേക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നോക്കിയപ്പോൾ 2 വലിയ പെട്ടി വന്ന് ഇരിക്കണു. യമ്മി വാലിയുടെ എന്തൊക്കെയോ ആണ് കേട്ടോ. നമ്മുടെ പാച്ചുവിൻ്റെ ബർത്ത്ഡേ അല്ലേ മറ്റന്നാൾ, അപ്പോൾ അതിൽ പ്രമാണിച്ച് എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫസ്റ്റ് സ്കൂളിലാണ് ഇപ്രാവശ്യം ബർത്ത്ഡേ സെലിബ്രേഷൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് കുട്ടികൾക്കുള്ള എന്തൊക്കെയോ കുറേ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് പിള്ളേർസ് തിരിച്ചെത്തി. ഞാൻ പറഞ്ഞില്ലേ, കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവർ തിരിച്ചെത്തും 1 മണിക്ക്. അപ്പോൾ ഇവിടുന്ന് പോയി 1:15 ആകുമ്പോഴേക്കും കുട്ടികൾ വീട്ടിലേക്ക് എത്തിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം തൊട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി, അവരൊന്ന് കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചോട്ടെ, വിട്ട വഴിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടല്ലോ. അപ്പോൾ പൊന്നുമൊക്കെ എപ്പോഴും കംപ്ലൈൻറ്റ് പറയും, വിട്ട വഴിക്ക് വണ്ടി ക്ലാസ് വിടാൻ കാത്തു നിൽക്കും, ഡാഡി പുറത്ത് നിൽക്കും, ക്ലാസ്സിൽ നിന്ന് നേരെ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് എത്തും, ഒരു കുട്ടികളുടെ കൂടെ കളിക്കാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നും പറ്റാറില്ല എന്ന് എപ്പോഴും പറയും. ഇത് തന്നെയായിരുന്നു എൻ്റെയും കേട്ടോ. ഓട്ടോ കാത്ത് നിൽക്കുന്നുണ്ടാവും. ഞാനും എൻ്റെ ക്ലാസ് വിട്ടാൽ ഓടിപ്പോയി ചേച്ചീനെ പിടിച്ച് ചേച്ചീനെയും കൊണ്ട് ഓട്ടോയിൽ കയറി വീട്ടിൽ വരിക എന്നുള്ളതായിരുന്നു എൻ്റെയും കണക്ക്. അപ്പം ഞാൻ ഇന്ന് തൊട്ട് ഡാഡിയോട് പറഞ്ഞു, അവരെ കുറച്ച് നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞ് കുട്ടികളുടെ കൂടെ കളിക്കാനും അവിടെ കുറേ മാതാപിതാക്കളൊക്കെ ഉണ്ട്, അവരുടെ കൂടെ മിങ്കിൾ ചെയ്യാനും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ 2 പേരും വന്നിട്ട് അനിയൻ്റെ ഷൂ ചേട്ടൻ ഊരി കൊടുത്തു, ഇനി ചേട്ടൻ്റെ ഷൂ അനിയന് ഊരി കൊടുക്കണം കേട്ടോ. അപ്പോൾ അവന് പറ്റണില്ല, കുറേ പൊക്കിയൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. അപ്പോൾ അവസാനം എന്നെ വിളിച്ചു, അമ്മമ്മ ഡോളിയമ്മ എന്ന് വിളിക്കുക, ഡോളിയമ്മ തോമോൻ്റെ ഷൂ ഊരി കൊടുക്കുക. അപ്പോൾ ഊരി കൊടുക്കുക എന്ന് പറയാറില്ല, തോമോൻ്റെ ഷൂ ഊരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പല രീതിയിലും പറഞ്ഞു കൊടുത്തു, പക്ഷേ കുട്ടിക്കത് പറ്റണില്ല. അവസാനം അവൻ്റെ ഷൂ എടുത്തിട്ട് സ്റ്റാൻഡിലേക്ക് വെക്കാൻ പോയിട്ടോ. അപ്പോൾ 2 ആളെ അതൊക്കെ നമ്മളിപ്പോഴേ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് ഇടുന്നത് അത് അവിടെ ഇരുന്നോട്ടെ, എന്നും ഈ മാറി ഇടുന്ന ഷൂകൾ എപ്പോൾ പുറത്തിട്ടാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അകത്ത് സ്റ്റാൻഡിൽ കൊണ്ട് വയ്ക്കുക, അത് കഴിഞ്ഞ് ബാഗ് കൊണ്ടുവന്ന് വയ്ക്കുക, അത് കഴിഞ്ഞ് ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും കൊണ്ട് വയ്ക്കുക, അതൊക്കെ അവരെ ഇപ്പോഴേ പഠിപ്പിച്ചിട്ടുണ്ട്. തോമു ആയാലും അത് ഇപ്പോൾ കോണിമ കൊണ്ടുവയ്ക്കും, അത് കഴിഞ്ഞിട്ട് കയറി പോകുമ്പോൾ അതും കൊണ്ട് പോകും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയും, അത് ഡോണൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. ഇവരുടെ ചെറുപ്പമായിരിക്കുമ്പോൾ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകളിലെ ആൾക്കാർ പറയുമായിരുന്നു അവരെ കണ്ടു പഠിക്കണം എന്ന്. കാരണം ഒരു ചെരുപ്പ് പോലും മുറ്റത്തോ അല്ലെങ്കിൽ ഒരു പരിസരത്തും കാണില്ല. അന്ന് തൊട്ടേ ഞാൻ ഈ ചെരുപ്പ് സ്റ്റാൻഡ് ശീലിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് പോയി വന്നു കഴിഞ്ഞാൽ നേരെ ആ ചെരുപ്പും കൊണ്ട് അവർ കാലും ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ അകത്ത് കയറുക. നേരെ പോയി ബെഡ്റൂമിൽ പോയിട്ട് അത് ഊരിയിട്ടിട്ട് വീട്ടിലിടുന്ന ചെരുപ്പ് കാലും ഇട്ടിട്ട് ഈ ചെരുപ്പ് സ്റ്റാൻഡുമ്മ കയറ്റി വയ്ക്കുക. അതാണ് കുഞ്ഞിലേ തൊട്ടുള്ള അവരുടെ ശീലം. അപ്പോൾ പലരും പറയും അതിട്ട് കയറാൻ പാടില്ല, ഇടാൻ പാടില്ല എന്നൊക്കെ പറയെങ്കിലും എൻ്റെ ശീലമാണ് കേട്ടോ. അതാണ് കുട്ടികളും ഇപ്പോൾ തുടർന്ന് വരുന്നത്. അതിൽ ചിലപ്പോൾ ശരിയുണ്ടാവാം, ചിലപ്പോൾ തെറ്റുണ്ടാവാം. അപ്പോൾ നമ്മൾ പറയില്ലേ, കുറേ പേരുടെ ശരി കുറച്ച് പേരുടെ തെറ്റാണ്, കുറച്ച് പേരുടെ തെറ്റ് കുറേ പേരുടെ ശരിയാണ്. അപ്പോൾ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് അവർ ശീലിച്ചതുപോലെ അവരെ വിടുക. അതാണ് അങ്ങനെയാണ്. ഞാൻ ഒരാളെയും ഒന്നിനും നിർബന്ധിക്കില്ല. ശരിയെന്ന് തോന്നുന്നതാണല്ലോ അവർ ചെയ്യണത്, അതിലങ്ങോട്ട് വിട്ട് കളയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ എടുത്തത് സെക്കൻഡ് സ്റ്റഡുകളാണ്. ഇതൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇഷ്ടം പോലെ ഇട്ടുണ്ടെങ്കിലും നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ 2 or 3 പോയി കഴിഞ്ഞാൽ ഇത് വീണ്ടും അഴിച്ചു പണിയണം. അപ്പോൾ ഈ കമ്മൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് സ്റ്റഡ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വശത്ത് ലവും ഒരു വശത്ത് കല്ലുമാണ്, കണ്ടോ, അങ്ങനെയാണ് ഈ പാറ്റേൺ. അപ്പോൾ ഡബിൾ സൈഡ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ കുറേ പാറ്റേണുകളുണ്ട്. അപ്പോൾ ഞാൻ കമ്മലിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കില്ല, അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നോസ് റിംഗ് ആയിട്ടും കൊണ്ടുപോകണവരുണ്ട്, സെക്കൻഡ് സ്റ്റഡായിട്ട് കൊണ്ടുപോകണവരുണ്ട്. പിന്നെ ഇതിൻ്റെ ചെറിയത് നമ്മൾ സാധാരണ കമ്മൽ പോലെ യൂസ് ചെയ്യാൻ പറ്റും, കാരണം അത്ര കുറേ ചെറുതല്ല. ഈ റൂബിയൊക്കെ അത്യാവശ്യം കാതിലിട്ടാൽ കാണുന്ന വലിപ്പമുള്ള കമ്മലുകളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ. ഇത് നല്ലൊരു ഐറ്റമാണ് നമ്മുടെ ഇളക്കത്താലി പോലെയുള്ളത്. ഇപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴോ ഫോട്ടോസ് കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ. വീഡിയോ എടുത്തിട്ടില്ല ഞാൻ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളും ഞാൻ കുറേ അഴിച്ച് പണിതു. അപ്പോൾ അഴിച്ച് പണിതതിന് ശേഷം ഞാൻ എടുത്തതാണിത് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടമാനം പാറ്റേൺ സെക്കൻഡ് സ്റ്റഡുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ മൂക്കുത്തിയായിട്ടും കൊണ്ടുപോകുന്നവർ കുറേ പേരുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോന്നും ഡാഡിയാണ് കേട്ടോ, ഇതിൻ്റെ ആൾ ഡാഡിയാണ്, ഇത് ഫുള്ള് ഇരുന്ന് ചെയ്യുക ഡാഡിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്പറൊക്കെ ഞാൻ എഴുതി കൊടുക്കും. എഴുതി കൊടുത്തിട്ട് ഓരോന്നും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ദേ 6 നമ്പർ ആ ഷീറ്റ് കാണിച്ചിട്ട് ഇത്രാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എടുക്കാൻ എളുപ്പമാണ്. കാരണം 25 ഇങ്ങനത്തെ ഷീറ്റാണ് ഇതാണുള്ളത്. അപ്പോൾ അതിൽ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ വിഷമമാണ്. ചിലരൊരു ഫോട്ടോ അയച്ചിട്ട് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കിടന്ന് ഫുൾ തപ്പണം. തിരിച്ച് ഈ എഴുതിയിട്ടുള്ള നമ്പർ ഉണ്ടല്ലോ, ആ 7th ചട്ടയമുള്ള ഇത്രാമത്തെ കമ്മൽ, ഇത്രാമത്തേന്ന് പറഞ്ഞില്ലെങ്കിൽ സാരിൻ്റെ ഫോട്ടോ മതി. അപ്പോൾ നമുക്ക് ആ നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കമ്മൽ കാണാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്നവർ അങ്ങനെ പറയാനായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ. ഇതൊക്കെ നമ്മുടെ സെക്കൻഡ് സ്റ്റഡായിട്ടും മൂക്കുത്തിയായിട്ടും യൂസ് ചെയ്യണ മറ്റേ ജെ ടൈപ്പ് എന്നാണ് പറയുക ഇതിനെ. സെമി സർക്കിളല്ല, ജെ ടൈപ്പ്, ജസ്റ്റ് ഇങ്ങനെയുള്ളൂ. ഇതൊക്കെ കുട്ടി കമ്മലുകളാട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കണ്ടമാനം പോയി ഇപ്പോൾ രണ്ടാമത് പ്ലേറ്റിങ്ങിന് കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ കുട്ടി കമ്മലുകൾ ഫോട്ടോ ഇട്ട സമയത്ത് തന്നെ കണ്ടമാനം പോയിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള കമ്മലുകളാണ് കേട്ടോ. അതുപോലെ പേളിൻ്റെ സ്റ്റഡുകൾ, ഇത് കുട്ടി സ്റ്റഡാണ്. അപ്പോൾ ചിലർ സെക്കൻഡ് സ്റ്റഡിന് കൊണ്ടുപോകും, ചിലർ സാധാരണ യൂസ് ചെയ്യാൻ കൊണ്ടുപോകും. ഒരു സമയത്ത് ഞാൻ ഈ കുട്ടി സ്റ്റഡാണ് പേളിൻ്റെ ഇട്ടിരുന്നത്. അതുപോലെ ഇത് നവരത്നത്തിൻ്റെ കുഞ്ഞ് സ്റ്റഡ് കേട്ടോ. ഇത് സെക്കൻഡ് സ്റ്റഡായിട്ടും യൂസ് ചെയ്യാം, ശരിക്കും നമുക്ക് സ്റ്റഡായിട്ടും യൂസ് ചെയ്യാം, അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വെറുതെ ഗോൾഡിലുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര ഭംഗിയാട്ടോ. ഈ ബോ ആയിട്ടുള്ളത് ഇത് ശരിക്കും മറ്റേ പിന്നാണ്, പിരിയല്ല പിന്നാണ്. നല്ല തരം കമ്മലാണ് അത് കേട്ടോ. അത് ഇതുമ്മ കിടക്കുമ്പോൾ എത്രത്തോളം ഭംഗി മനസ്സിലാവേണ്ടത് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായ 2 പെയറാണ്. ഇത് സിംഗിൾ സ്റ്റോൺസാണ്, ഇതൊക്കെ പിന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്കുണ്ട് ഇങ്ങനെ കമ്മലിടാൻ പറ്റാത്തവരുണ്ട്. ഇങ്ങനെ മറ്റേ ഇത് നമ്മുടെ ഗോൾഡിൻ്റെ പോലെ തന്നെയാണല്ലോ. അപ്പോൾ ഈ പിൻ ടൈപ്പ് യൂസ് ചെയ്തവർക്ക് നമ്മളുടെ സ്റ്റഡ് ഇടുമ്പോൾ ഇത് കട്ടിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഈ പിൻ ടൈപ്പ്. ഇതും പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ മറ്റേ ഫാൻസിയാണെന്ന് വിചാരിക്കായിരിക്കും. ഇതും നമ്മൾ പ്ലേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്, എത്ര നാൾ വേണമെങ്കിൽ ഇടാം. ഇനിയിപ്പോൾ കളറ് പോയാൽ റീപ്ലേറ്റ് ചെയ്യുകയും ചെയ്യാം. നല്ല ടൈപ്പ് കല്ലുകളാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയണ പോലെ നല്ല ടൈപ്പ് കല്ലുകൾ മാത്രമേ നമുക്ക് റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റീപ്ലേറ്റിംഗ് അല്ല, പ്ലേറ്റിംഗ് ചെയ്യാം, പ്ലേറ്റിങ്ങിന് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ പേസ്റ്റൽ കളേഴ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ വളകളും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ചോദിക്കാം, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കടന്നു പോയപ്പോഴാണ് കണ്ടത് പേസ്റ്റൽ കളേഴ്സ് കേട്ടോ. എനിക്ക് തോന്നുന്നു 13 12 11 ഒക്കെ അതാന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടി കുട്ടി ജിംക്കികൾ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ്. കുഞ്ഞു ഉണ്ണികൾക്കൊക്കെ ഇടാൻ പറ്റിയ ജിംക്കികളാണ് കേട്ടോ. ഇത് ഇട്ടാൽ ധൈര്യമായിട്ട് നിങ്ങൾക്കിടാം, കാത് പഴുക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട. അതുപോലെ തന്നെ പച്ചക്കളറ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുട്ടി ജിംക്കികളാണ്. പിന്നെ റിങ്ങുകൾ, അങ്ങനെ എന്താ പറയുക, കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് വലിയവർക്ക് വരെ ഇടാവുന്ന എല്ലാ പാറ്റേണും ഉണ്ട്. ഇത് മാത്രമല്ല, നമ്മളുടെ കയ്യിൽ സ്റ്റഡുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വലിയ സ്റ്റഡുകൾ അമ്മമാരിടണത്, അമ്മാമ്മമാരിടുന്ന പാറ്റേൺ, ചിലവരുണ്ട് വലിയ തോട പോലത്തെ കമ്മലുകൾ ഇടുന്നത്, അങ്ങനെ ഇടുന്നത്, എല്ലാതും നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ നമ്പർ അനുസരിച്ച് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ഇടാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പാക്കറ്റിൽ വെക്കാണ്ട് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ച് തരാനും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുമുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ശരിക്കും ഡാഡി മെനക്കെട്ടിരുന്ന് പണിയണതാട്ടോ. നമ്മൾക്കിത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, എന്തുട്ടാ ഒരു പണിയില്ല. പക്ഷേ ഓരോന്നും ഇങ്ങനെ എടുത്ത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നാളൊരു കുട്ടി എന്നോട് ചോദിച്ചു, ആൻറ്റി വൈറ്റൊക്കെ ഒന്നില്ല, റൂബിയൊക്കെ ഒന്നില്ല, അങ്ങനെ ഇട്ടുകൂടെയെന്ന്. അങ്ങനെയൊക്കെ തന്നെ ഇട്ട് തുടങ്ങിയത്. പക്ഷേ ഒരു അന്തവും കുന്തവും ഇല്ല എന്ന് പറയില്ലേ. ഒരെണ്ണത്തിൽ തന്നെ എത്ര കമ്മൽ കൊള്ളും? 3, 6, 12 ജോഡി കമ്മൽ, അങ്ങനെ 25 ഷീറ്റുണ്ട്. അത് കൂടാണ്ടുള്ള സ്റ്റഡുകൾ കാര്യങ്ങളൊക്കെ വേറെ. അപ്പോൾ നമ്മളിങ്ങനെ തുടക്കമൊക്കെ വലിയ ഗമയിലൊക്കെ ഇട്ട് വരും, പിന്നെ കയ്യിൽ നിന്ന് പോകും. അത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ലവിൻ്റെ ഈ റിങ്ങുമ്പോൾ കണ്ടു, ഇത് തന്നെ നമ്മുടെ കയ്യിൽ ബ്രേസ്ലെറ്റും വരുന്നുണ്ട് കേട്ടോ. ലവ് എന്ന് എഴുതിയിട്ടുള്ള വട്ടനെയുള്ള ബ്രേസ്ലെറ്റും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില കുട്ടികൾ 1-2 പേര് അങ്ങനെ അവർ കണ്ടിട്ട് അവർ തന്നെ സെറ്റാക്കി പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിച്ചു, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്നുള്ളത് ഞാൻ ആലോചിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ ഈ ഇതൊക്കെ റൂബി നല്ല ഭംഗിയുള്ള റിങ്ങുകളാണ്. അടിയിൽ കൊച്ചു ജിമിക്കിയായിട്ട്. ഇത് വലിയവർക്കും ചെറിയവർക്കൊക്കെ ഒരുപോലെ ഇടാവുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെയാണ് ഡിംപിൾ സ്ഥിരം. ഡിംപിളും അത് ബിൻസി ആൻറ്റി, അത് ബിൻസി മമ്മി, അത് സ്ഥിരം അങ്ങനത്തെ ഈ തോട പോലത്തെ കമ്മലുകളാണ് സ്ഥിരം യൂസ് ചെയ്തിരുന്നത് കേട്ടോ, യൂസ് ചെയ്യുക. ഇപ്പോൾ ഡിംപിൾ സ്റ്റഡാക്കി, പക്ഷേ ഇതാണ് സ്ഥിരം യൂസ് ചെയ്തിരുന്നത്. എന്നിട്ട് എവിടേക്കെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ മുടിയുമ്പോൾ പിടിച്ച് വലിക്കുമ്പോൾ കമ്മൽ ഊരുമ്പോൾ പിന്നെ കമ്മൽ കാണില്ല കാതിൽ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ സ്റ്റഡാക്കിയേക്കുന്നത്. റിങ്ങൊന്ന് മാറ്റി ഞാൻ സ്റ്റഡ് ഇടിച്ച് തുടങ്ങി. പിന്നെ റിങ് സ്ഥിരം ഇടുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നമ്മളുടെ ഓട്ടടയാൻ ചാൻസ് ഉണ്ട്. ഈ റിങ്ങിന് കൊച്ചു പിന്നാണല്ലോ, അപ്പോൾ അത് ബാക്കിയുള്ള ഇത് അടഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും എപ്പോഴും റിങ് ഇടായിക്കോ.
റിങ് ഇടുന്നവർ ഇപ്പോൾ ഇത് കാണുന്നവരിൽ ആരെങ്കിലും സ്ഥിരം റിങ് ഇടുന്നവരോടും ഞാൻ പറയുന്നത് അതാണ്, ഇടയ്ക്ക് നിങ്ങൾ റിങ് ഒന്ന് മാറ്റി എന്തെങ്കിലും ഒരു സ്റ്റഡ് ഇട്ട് ശീലിച്ചോളൂ, അല്ലെങ്കിൽ ഓട്ട മൊത്തത്തിൽ അങ്ങോട്ട് അടഞ്ഞു പോകും, പിന്നെ ഇരട്ടിപ്പണിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ദേ പേളിൻ്റെ ഡ്രോപ്സ്, കോറലിൻ്റെ ഡ്രോപ്സ്, പേളിൻ്റെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ നമ്മളുടെ കയ്യിൽ. അത് ഈ ഡ്രോപ്സ് മാത്രമല്ല, സ്റ്റഡും ഇഷ്ടം പോലെയുണ്ട്, മാലകൾ ഇഷ്ടം പോലെയുണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്, പിന്നെ വളകളുണ്ട്. അപ്പോൾ ഏത് തരം വേണമെങ്കിൽ പേളിൻ്റെ ഉണ്ട്, കോറലിൻ്റെ ഉണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ ഇപ്പം നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട്, കുറേ പേര് എൻ്റെ കോൺടാക്ട്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർണമെൻറ്റ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ആഗ്രഹം കൂടി തുടങ്ങിയിട്ടാണ്, ഇഷ്ടം കൂടി തുടങ്ങി. മുമ്പ് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചറിയാം, ഞാൻ ഭയങ്കര മടിച്ചായിരുന്നു, ഇതിന് മെനക്കെടാറില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. അതെന്താ ഇതെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം കേട്ടോ. ഇതൊക്കെ സെക്കൻഡ് സ്റ്റാൻഡായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന കമ്മലുകളാണ് കേട്ടോ. എന്നാൽ അത്ര കുഞ്ഞിതൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതൊക്കെ ഞാനും ഡാഡിയും കൂടി ഇതൊക്കെ ചെയ്യണ നേരം കൊണ്ട് ദേ അവിടെ 11 കുശനും, ഞാൻ അങ്ങനെ പറയാം, ചേട്ടനും അനിയനും അവർക്ക് ദേ ഒരു ചെറിയ പാക്കറ്റ് മിഠായി ഡോണങ്ങ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് കഴിക്കുക. അപ്പോൾ ഇങ്ങനെ 2 പേര് ഇരിക്കുമ്പോഴാണ് സത്യത്തിൽ പൊന്നൂനും അങ്ങനെ തോന്നുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ല. കാരണം എന്തിനാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്ന് ചോദിച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ഒരേ നെടുറുപ്പിട്ട് മടങ്ങിപ്പോവും. അതാണ് കാരണം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും അവനെ മിസ് ചെയ്യുക, കെസ്റ്ററിനെ മിസ് ചെയ്യുക. കാരണം അവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ആയേനെ, അല്ലെങ്കിൽ തോമുവിൻ്റെ സ്ഥാനത്ത് പാച്ചുവിൻ്റെ പോലെ ഒരാളും കൂടി ഉണ്ടായേനെ, അല്ലെങ്കിൽ 3 ആളും കൂടി കളിച്ചേനെ, അല്ലെങ്കിൽ 4 ആളും കൂടി കളിച്ചേനെ, അങ്ങനെ തോന്നും. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് എടുത്തിട്ടാണ് കേട്ടോ അവരെ അങ്ങനെ ശീലിപ്പിക്കുന്നത്. ഞാൻ പറയാറില്ലേ, നമ്മളുടെ ഈ വീട്ടിൽ വന്ന ഇതാരുടെ എന്ന് അറിയില്ല, അങ്ങനെയാണ്. അത് എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. എൻ്റെ കൂടെ ഡയോണുള്ളപ്പോൾ എല്ലാവരുടെയും വിചാരം എൻ്റെ മകൻ ഡയോണും ഡോൺ അക്കിയുടെ മോനാന്നാണ്. കാരണം അക്കി വെളുത്ത് ഇതായിട്ട് അങ്ങനെ ആകുമ്പോൾ ഡോൺ അങ്ങനെയും എന്താ പറയുക ഡയോൺ എൻ്റെ പോലെയാണെന്നും പറയും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും കാണുമ്പോൾ കുട്ടികൾ ഞങ്ങളുടെ വീട്ടിൽ ആരുടെ മക്കളാണെന്ന് മനസ്സിലാവില്ല, അതുപോലെയാണ്. അപ്പം നമ്മൾ പറയില്ലേ, നമ്മളുടെ ചെറുപ്പത്തിലെ നമ്മളെങ്ങനെയാണോ കണ്ടു വളർന്നത് അതുപോലെ നമ്മളുടെ വീട്ടിലും നമ്മുടെ മക്കളെ നമ്മൾ വളർത്താം. അപ്പം നിങ്ങളൊക്കെ അങ്ങനെ വേണം. നമ്മൾ എവിടെ കണ്ടാലും നല്ലത് എവിടെയാണോ അത് നമ്മൾ ശീലിക്കാൻ പഠിക്കണം. പൊട്ട എവിടെയാണോ അത് നമ്മൾ വേറെ വല്ലവരിൽ കാണുമ്പോൾ അയ്യോ ഈ ദുശീലം എനിക്കുണ്ടല്ലോ, അപ്പം ഞാനത് മാറ്റണം എന്ന് മനസ്സിൽ വിചാരിക്കേണ്ടതും അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്, നമ്മൾ ആരോട് കൂട്ടുകൂടുമ്പോഴും നല്ല കൂട്ടിൽ മാത്രം ചെന്നുപെടാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഒരു മോശമായ ഒരു കൂട്ടുകെട്ടിൽ ചെന്നുപെടാണ്ടിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം കാലം വളരെ മോശമാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് ചോറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നലെ കഞ്ഞി വെച്ചതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, കാരണം വയറൊന്നും ഓക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ക്രിംബറിയുടെ മറ്റേ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്ലേവേർഡ് യോഗട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ക്രിംബറിയുടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏത് കാലത്തും ഈ വീട്ടിൽ ഈ യോഗട്ട് ഉള്ളത്. തോമുന് ഭയങ്കര ഇഷ്ടമാണ്, പാച്ചു ഇപ്പോൾ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് പല ഫ്ലേവറിൽ വരുന്നുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കുട്ടികൾ കുളിയും ഇതൊക്കെ കഴിഞ്ഞ് കളിക്കാൻ ഇറങ്ങി. അപ്പോൾ ഞാനും കുറച്ച് നേരം ഇവരുടെ കൂടെ മുറ്റത്ത് ഒന്ന് നടക്കും. കാരണം ആ സമയം എനിക്കും നടക്കാനുള്ളൂ, അതുവരെ ഞാൻ അവിടെ ഇരിക്കും. പിന്നെ അതുമല്ല കേട്ടോ, എൻ്റെ ഫോൺ ചാർജ് ചെയ്യണ്ടേ, റീചാർജ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയിട്ട് ഞാൻ ഫോൺ അവിടെ കുത്തി വെച്ചിട്ട് ഞാൻ ഇവരുടെ പിന്നാലെ നടക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഈ എടുക്കുന്നതോന്ന്, ഇത് വേറെ ഫോണിലാണ്, എൻ്റെ പുതിയ ഫോണിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ല, അതിലാണ് ഈ വീഡിയോസ് എടുക്കുന്നത്. മറ്റേതൊക്കെ ബിസിനസ്സൊക്കെ മറ്റേ ഫോണിലല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഇവരുടെ പിന്നാലെ കുറച്ച് നേരം നിന്ന്. അപ്പോഴും ഈ പറഞ്ഞ പോലെ ചേട്ടനും അനിയനും 2 ആളും കൂടി തോമു തന്നെ ഓടിക്കും കേട്ടോ വണ്ടി. ഇപ്പോൾ റിമോട്ടില്ലെങ്കിലും അവൻ തന്നെ ഡ്രൈവ് ചെയ്യണത്. അപ്പോൾ അപ്പാപ്പൻ്റെയും കറക്റ്റ് ആ ഒരു ഇഷ്ടം അവനുണ്ട്. എന്നാൽ പാച്ചുവിന് അങ്ങനെ വണ്ടിയോട് വലിയ ക്രേസ് ഒന്നുമില്ല കേട്ടോ. വലിയ ക്രേസ് എന്നല്ല, ഒട്ടും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തോമു അങ്ങനെയല്ല, ഇപ്പോഴേ ഓരോ വണ്ടികളുടെ പേരും അവൻ പറയും, എല്ലാതും പറയും. പക്ഷേ പാച്ചുവിന് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. പാച്ചുവിന് ഞാൻ പറഞ്ഞില്ലേ, ഫോൺ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അവനെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഫോൺ നമ്മളുടെ നിന്നൊക്കെ വാങ്ങി ഇങ്ങനെ നിരത്തി വയ്ക്കും. എന്നിട്ട് ഒരു ഫോൺ ഓൺ ചെയ്തിട്ട് അതിൽ യൂട്യൂബ് എടുത്തിട്ട് ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് സെയിം സംഭവം അടുത്തേൽ വയ്ക്കും. നമ്മൾ തന്നെ അത്ഭുതപ്പെടും, ഇതെങ്ങനെ ഈ കുട്ടി ഇതൊക്കെ ചെയ്യണേന്ന്. അപ്പോൾ അവന് അങ്ങനത്തെ മെക്കാനിസമാണ് ഇഷ്ടം. അപ്പോൾ കുറേ പേര് പറയും ഫോൺ കൊടുക്കരുത്, ഫോൺ അവൻ അത് കാണുകയല്ല ചെയ്യണത്, അവനിങ്ങനെ കുറേ സംഭവങ്ങൾ അതിൽ ചെയ്യും. അപ്പോൾ അത് മാത്രമല്ല, അവന് എന്ത് സംഭവം കിട്ടിയാലും ഇങ്ങനെ ഒരേ
ഇതേപോലെ ഇങ്ങനെ നീർത്തി വെച്ച്, അപ്പോൾ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും കേരള ഇതിലൂടെ പോയപ്പോൾ, ഇങ്ങനെ നീർത്തി വെക്കുക, എന്നിട്ട് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ വെക്കുക. എന്താണ് അവൻ ഉദ്ദേശിക്കണതെന്ന് നമുക്കറിയില്ല. ചില സമയത്ത് ഞാൻ ഓർണമെൻറ്റ്സ് ഒതുക്കുന്ന സമയത്ത് അവൻ വന്ന് അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് ബോക്സുകൾ അവന് കൊടുക്കും. അപ്പോൾ ആ ബോക്സ് കുറച്ച് നേരം നിരത്തി വെക്കും, പിന്നെ ഒന്നിൻ്റെ മുകളിൽ വെക്കും, പിന്നെ അത് ഇങ്ങനെ വണ്ടി പോലെ വെക്കും. അങ്ങനെ പല രീതിയിലാണ് അവൻ അങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടം. ബിൽഡിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ അവന് ഇഷ്ടം കേട്ടോ. ഓരോ കുട്ടികൾക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ കളിയോട് കളി. അപ്പോഴാന്ന സമയത്ത് ഞാൻ തുണികൾ ഉണങ്ങിയതൊക്കെ കൊണ്ടുവന്ന് ഇട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡോണും ഡിംപിളും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോയി പാച്ചൂര് ബർത്ത്ഡേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഡിംപിൾ പറയും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഒന്ന് ചിണുങ്ങി കൂടെ പോകാനായിട്ട്. അപ്പോൾ അവനെ കൊണ്ടുപോയില്ല. അപ്പോൾ അവൻ നമ്മുടെ കിയേടിയും ചോട്ടൂൻ്റെ ഒക്കെ കൂടെ കുറച്ച് നേരം കളിച്ചു. ആ സമയത്ത് ഞാൻ തുണികൾ തോരയിട്ടത് എടുക്കാൻ പോയി കേട്ടോ. ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് മഴ പെയ്തിട്ടില്ല എന്ന് തന്നെ തോന്നുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ അകത്ത് കൊണ്ടിട്ട് തോമുന്ന് നേരത്തോടെ കിടന്നുറങ്ങിയിട്ടാണ്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ എന്തായിരുന്നു, ചപ്പാത്തിയും എന്ത് കറിയായിരുന്നു ഞാൻ മറന്നു, ബീഫ് ദേ വന്നു മുമ്പിൽ തന്നെ, ബീഫ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡിവൈൻ്റെ വകയായിരുന്നു കേട്ടോ ബീഫ് കറി. അപ്പോൾ അത് കഴിഞ്ഞതാ ഡിവൈൻ കുട്ടികളെയും കൊണ്ട് വേഗം പോയി. തോമും ഞാൻ പറഞ്ഞില്ലേ നേരത്തോടെ ഉറങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പാച്ചുവിനും ഡിംപിളിന് വീണ്ടും അവിടെ പോയി വന്നപ്പോഴാണ് തോന്നുന്നുണ്ട് അവിടുത്തെ എന്തോ ഒരു അലർജിയാണ്, കയ്യുമ്മ വീണ്ടും ആ പ്രശ്നം വന്നു. അപ്പോൾ കൈ നനയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടാളെയും രണ്ടിടത്ത് വിട്ടിട്ട് ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കിയിട്ട് എനിക്ക് ചെന്ന് ഗ്രൂപ്പിൽ കുറച്ച് കുട്ടികളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനും എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വേഗം പണികളൊക്കെ കഴിച്ച് വെച്ച് ചെന്ന് 1-2 ഫോട്ടോസും കൂടി എടുത്തിട്ട് വേണം ഇതൊന്ന് അവസാനിപ്പിക്കാൻ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പറയുന്നു ഡിംപിൾ പാച്ചുവിന് വയറ്റിൽ നിന്ന് പോകണു, 2 വട്ടമായി പോകണു, എന്താ ചെയ്യുക ചോദിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വൈകണ്ട, വേഗം ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോക്കുക, കാരണം രാത്രി 12 മണിക്കൂർ കഴിയുമ്പോഴേക്കും കുട്ടി വയ്യാണ്ടാവും, അപ്പോൾ അതുകൊണ്ട് വൈകിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ ആ സമയത്താണ് ഞാൻ 2.6 പാറ്റേൺ വളകൾ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ 2.6 കേട്ടോ. അപ്പോൾ ജോഡി വളകൾ, ജോഡി അല്ലെങ്കിലും ഒറ്റയ്ക്കായാലും നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ പക്ഷേ പറയുക അങ്ങനെയാണ്, പെയർ ബാംഗിൾസ് എന്നാണ് പറയുക അതിന് കേട്ടോ. അങ്ങനെ 3 പാറ്റേണാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൈയോടെ അത് ഫോട്ടോ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഞാൻ സ്റ്റാറ്റസ് ഇടാൻ ഇങ്ങനെ എടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കും, സ്റ്റാറ്റസ് ഇടാനായിട്ട് ഞാൻ കൈയോടെ ഒപ്പം ഫോട്ടോ എടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഈ 3 അതെ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന വളകളാണ് ഈ ഡിസൈനൊക്കെ. അങ്ങനെ അപ്പാപ്പനും ഒച്ചും പാച്ചും കൂടിയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഡിവൈൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ, കാരണം എല്ലാവരും കിടന്നു. അപ്പോൾ ആ സമയത്താണ് 10:45 കഴിഞ്ഞിട്ടുണ്ട്, 11 ആവാറായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നാളേക്ക് വെക്കണ്ട വെറുതെ. അപ്പോൾ അവർ പോയി വരുമ്പോഴേക്കും ഞാൻ വേഗം തുണികളൊക്കെ മടക്കി അപ്പോഴേക്കും അവർ തിരിച്ചു. അപ്പോഴേക്കും ഡിവൈൻ അറിഞ്ഞു, ഡിംപിൾ ഗ്രൂപ്പിലിട്ടു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഡിവൈൻ വേഗം വന്നിപ്പോൾ തൊട്ടടുത്ത് നടത്തറ സെൻറ്ററിലുണ്ട് മറ്റേ ഒരു കാരുണ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്പെൻസറി ഹോസ്പിറ്റലിൽ തന്നെ പറയാം, 5-6 ബെഡൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ നല്ല കുട്ടിയായിട്ട് വന്നിട്ട് മരുന്നൊക്കെ കുടിച്ചു, നല്ല മിടുക്കനായി. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു വിശേഷം കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പാച്ചുവിൻ്റെ ബർത്ത്ഡേയുടെ ദിവസം 2 ദിവസമാണ്. ആ 2 ദിവസത്തിനേക്കാൾ കൂടുതൽ കെസ്റ്ററിനെയാണ് കൂടുതലായിട്ട് ഓർമ്മ വരുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.